കാരക്കോണം കോഴക്കേസിലടക്കം CSI മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലമടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച ദക്ഷിണ കേരള മഹാ ഇടവകയിലെ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പ്രതിഷേധം നടക്കുന്നത്. പുത്തിരിക്കണ്ടത്തേക്ക് നിശ്ചയിച്ച റാലി പോലീസ് തടഞ്ഞു. പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഖേദകരമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് മുൻ ഭരണാധികാരികൾ കൊടുത്ത ചില നക്കാപിച്ചകൾ വാങ്ങിക്കൊണ്ട് 12 ലക്ഷത്തിൽ പരം വരുന്ന ഈ വിശ്വാസ സമൂഹത്തെ അമർച്ച ചെയ്യാമെന്ന് ഏതെങ്കിലും ഭരണാധികാരി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രം പറയാനാണ് ഈ അവസരം. ആതിര സരസ്വതി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആതിര, എങ്ങനെയാണ് ഇപ്പോൾ പ്രതിഷേധം, ഏത് രീതിയിലാണ് അവിടെ പുരോഗമിക്കുന്നത്, എന്താണ് നിലവിലെ സാഹചര്യം? പ്രതിഷേധം വലിയ ആൾക്കൂട്ടമാണ്, ഒറ്റങ്ങും കണ്ടിട്ടില്ലാത്ത പോലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. അതായത് LMS അതിക്രമിച്ചു കയറിയ ബിഷപ്പിനെ ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യുക, ED കേസിലെയും ക്രൈംബ്രാഞ്ച് കേസിലെയും പ്രതികളെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് നിർത്തലാക്കുക, CSI സഭയിൽ സർക്കാരിന്റെ ക്രമവിരുദ്ധമായ ഇടപെടലുകൾക്ക് അവസാനിപ്പിക്കുക, ധർമ്മരാജ് റസാലം, പെല്ലറ്റ് എബ്രഹാം, KK പ്രവീൺ എന്നിവരെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഇവർ ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും പ്രതിഷേധ റാലിയായിട്ടാണ് ഇത് നടത്തുക. പ്രതിഷേധ റാലി പുത്തരിക്കണ്ടം മൈതാനത്തായിരിക്കും സമാപിക്കുക. നിലവിൽ പോലീസ് ഈ റാലിയെ പുറത്തേക്ക് കടക്കാനാവാത്ത വിധം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ബാരിക്കേഡുകൾ, കയറുകൾ കണ്ട് കൂട്ടിവെച്ചിരിക്കുകയാണ്. കാരക്കോണം കോഴക്കേസിലടക്കം CSI മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലമടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ദക്ഷിണ കേരള മഹാ ഇടവകയിലെ ഒരു വിഭാഗം പ്രതിഷേധം നടത്തുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഈ പ്രതിഷേധമുള്ളത്. പുത്തിരിക്കണ്ടത്തേക്ക് നിശ്ചയിച്ച റാലി പോലീസ് തടഞ്ഞിരുന്നു. വിശദാംശങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആതിര സരസ്വതാണ്.